നമുക്ക് ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കണം. അതുപോലെ നേരത്തെ ഇവിടെ കോയക്കുട്ടിമാർ സൂചിപ്പിച്ചതുപോലെ ഉപജില്ലാ തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണം. നമുക്ക് സംസ്ഥാന തലത്തില് അറിയപ്പെടുന്ന ഒരു സംഘടനയാക്കി ഈ സംഘടന മാറണം. ഇത് പലപ്പോഴും ഞാനും മൊയ്തീൻ മാഷും രവീന്ദ്രൻ മാഷും കൂടി കണ്ണൂരിൽ സംഘടന ഉണ്ടാക്കി അന്ന് വൈകുന്നേരം ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചപ്പോൾ അതിൽ വന്ന പ്രതികരണങ്ങൾ സാറ് അവരെല്ലാം ഗ്രൂപ്പിലുള്ള, ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. അതില് 150 അധ്യാപകർ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ പ്രത്യേക അംഗങ്ങളായിരുന്നു. അപ്പോഴാണ് അതിലുള്ള പെൻഷൻകാർക്കുള്ള ആവലാതി. അതിൽ തന്നെ പെൻഷനേഴ്സിന്റെ ഭാരവാഹികളും അതില് അംഗങ്ങളായി ചേർന്നുകൊണ്ട് അവര് എന്തിനാണ് ഇങ്ങനെ അധ്യാപകർ കാറ്റഗറി സംഘടന നമുക്ക് പെൻഷൻ സംഘടന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ചകളാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ സെക്രട്ടറി ധർമ്മയ്ക്ക് പ്രതിപക്ഷ നേതാവ് വരുമെന്നുള്ള പോസ്റ്റർ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ അതിന്റെ കമന്റുകൾ ഞാൻ വായിച്ചു. വായിച്ചാൽ നമ്മളൊക്കെ ഗ്രൂപ്പിലുള്ളതുകൊണ്ടാണ് വായിച്ചത്. പ്രതിപക്ഷ നേതാവ് വരില്ല, നാളെ വന്നിട്ട് പറയാം, ആർക്കും പോസ്റ്റർ അടിക്കാമല്ലോ. അതിൽ വന്ന കമന്റാണ്. ഈ പ്രതിപക്ഷ നേതാവിനെ വെച്ചിട്ട് ആർക്കും പോസ്റ്റർ അടിക്കാം, അദ്ദേഹം വന്നിട്ട് പറയാം, അദ്ദേഹം ആ ധർമ്മയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് അപ്പം അതിനകത്ത് താഴെ കമന്റ് വന്നു, അത് നാളെ കാണാം എന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാർ കമന്റ് ഇട്ടു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടന്നു. കണ്ണൂർ ജില്ലയിലാണ്. കാരണം ഞാൻ കണ്ണൂർ എന്ന് പറയാൻ കാര്യം ഏറ്റവും കൂടുതൽ സംഘടനാ സ്പിരിറ്റ് ഉള്ള ജില്ലയാണ് കണ്ണൂർ. നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്നും ഒരുപാട് സംഘടനാ സ്പിരിറ്റ് കൂടുതലാണ് വടക്കൻ ജില്ല. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളൊക്കെ എടുത്താൽ ഭയങ്കര അതിലേറ്റവും കൂടുതൽ തീവ്രമായ സംഘടനാ സ്പിരിറ്റുള്ള രാഷ്ട്രീയ സ്പിരിറ്റുള്ള ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ല അങ്ങനെയാണ്. ആ കണ്ണൂർ ജില്ലയെ പിറ്റേന്ന് വീടിൽ ശേഷം ഉദ്ഘാടന ഫോട്ടോ ഇട്ടപ്പോൾ ഒരു കമന്റ്, നമ്മുടെ ഒരു സംസ്ഥാന മുൻ പ്രസിഡന്റ് ഇതിനറിയാൻ വേലായുധ മാഷ് കമന്റ് എന്താണെന്ന്, ഇത് KSSPയുടെ ധർമ്മയിൽ പങ്കെടുത്തല്ലേ അദ്ദേഹത്തെ കമന്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ അതില് പ്രതികരിക്കാറ്. അവസാനം ഞാൻ പ്രതികരിച്ചത് വേലായുധ മാഷ് താങ്കൾക്ക് എല്ലാവർക്കും ബഹുമാനം തരുന്ന ഒരാളാണ്. ഞാൻ എന്റെ മുൻഗാമിയായിരുന്നു. സാറിന് അതിന്റെ ബാക്കിലുള്ള ബാനർ വായിച്ചു പോകണം. സാറിന് ചിലപ്പോൾ കാഴ്ചക്കുറവ് ഉണ്ടായിരിക്കാം. ആ മലയാളത്തിൽ ആ ബാനർ വായിച്ചു നോക്കിയിട്ട് സാർ കമന്റ് തന്നു. പിന്നെ അദ്ദേഹം ഇന്ത്യയിലില്ല, പിന്നെ അദ്ദേഹം കമന്റ് ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇതൊക്കെ കുറച്ച് ലൈക്ക് ചെയ്തു. അപ്പൊ അത്രത്തോളം വാശിയോടുകൂടി നമ്മുടെ ആൾക്കാർ കാണുന്ന ഒരു സംഘടനയാണ് KTC. അപ്പൊ എന്തുകൊണ്ട് വാശിയോട് കാണുന്നു? നമ്മൾ വളർന്നാൽ അവരുടെ സംഘടന താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പം ഒന്നുമില്ല, നമ്മൾ വളർന്നാൽ ഒരു പ്രശ്നമില്ല എന്നിപ്പം യൂണിവേഴ്സിറ്റിക്കാരുടെ സംഘടനയുടെ നിൽക്കൂല. കാരണം യൂണിവേഴ്സിറ്റി, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൊച്ചി യൂണിവേഴ്സിറ്റി റിട്ടയർ ചെയ്യുന്ന കുറെ പേരിൽ ചേരും. അതിലൊക്കെ തന്നെ സർവീസ് ഉള്ളപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഓർഗനൈസേഷൻ സംഘടന വളരെ ദുർബലമാണ്. അതുകൊണ്ട് വളരെ കുറച്ചാളുകളെ കാര്യമില്ല. പോട്ടെ, PSC റിട്ടയർ ചെയ്യുന്നവർ എത്ര ഉണ്ടാവും? അവരുടെ സംഘടന ഉണ്ടാക്കിയാൽ പ്രശ്നമില്ല. സെക്രട്ടറി റിട്ടയർ ചെയ്യുന്നവരും വിഷയമില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭാഗവും അതുപോലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു ഭാഗവും അധ്യാപകരാണ്. അതുകൊണ്ടാണ് അധ്യാപകരുടെ കൂട്ടായ്മ അവരെതിർക്കുന്നത്. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. അങ്ങനെ മുമ്പോട്ട് പോകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തുകൊണ്ട് നല്ല കമ്മിറ്റി എടുത്തുകൊണ്ട് ഇത് നമ്മളൊക്കെ ഇതിലെ താല്പര്യം കാണിക്കുന്നത് നമ്മുടെ ഗുരുനാഥനായ ശ്രീ അമ്പലത്തരാമൻ സ്ഥാനമുള്ള സ്നേഹ ബഹുമാനം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ സംഘടന വലുതാക്കി സംഘടന ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നും പറയുന്ന കാര്യമില്ല. അധ്യാപകരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷൻ നടത്താൻ സാധിക്കും. ആ ആക്ഷൻ നടത്തുന്നതിന് നമുക്ക് സംഘടന വേണം, ലേബൽ വേണം. പക്ഷെ എന്നാൽ നമുക്ക് അധ്യാപകരുടെ മേഖല ഉണ്ടാക്കി രൂപം കൊടുത്ത് 23 വർഷം 22 വർഷമായി നമുക്ക് 2-3 വർഷം സമ്മേളനം നടത്താറ് 10 മാസം 22 വർഷമായ ഈ സംഘടന ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് പിൻതലമുറക്കാരുടെ കടമയാണ്. ഇപ്പൊ നമ്മള് ഇനി അടുത്ത തലമുറയ്ക്ക് വീണ്ടും മാറി കൊടുക്കേണ്ടി വരും. അങ്ങനെ മാറിയാൽ മാത്രമേ സംഘടന ലൈവായി പോകുകയുള്ളൂ. നമുക്ക് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുമായി ബന്ധം വരണം. ആ ബന്ധം ഉണ്ടെങ്കിലേ അധ്യാപകർ നമ്മളിലേക്ക് വരികയുള്ളൂ. അല്ല നമ്മള് ഇരിക്കുന്ന ഒരാള്, ഞാനിപ്പോ ഭാരവാഹികൾ ഞാൻ ഇരുന്നോണ്ട് 10 വർഷം ഇരുന്നാൽ എന്റെ ബന്ധം കുറയാനുള്ള, എനിക്കിപ്പോ പരിചയമുള്ള ആളുകൾ ചിലപ്പോൾ 4-5 വർഷം കൂടെ സംഘടനയിൽ റിട്ടയർ ചെയ്തവരെ എനിക്ക് പരിചയം കാണും. എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തുകൊണ്ട് അത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ വീണ്ടും ആളുകൾ ചെയ്യും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇതിനെ സംഘടനയെ സംബന്ധിച്ചുള്ള ഒരു നിയമാവലിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമാവലിയൊക്കെ ഉണ്ടാകും. സംഘടന താഴെ തലം മുതൽ നമുക്ക് ഉപജില്ലയിൽ ഇവിടെ 32 മെമ്പർഷിപ്പ് ഉപജില്ല അങ്ങനെ ഓരോ ഉപജില്ലയിലും 32-ഓ 25-ഓ എത്രയായാലും അവിടെയൊക്കെ 2 മാസത്തിലെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി എവിടെ സുഖദുഃഖങ്ങൾ പങ്കെടുത്തുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ കുറികളൊക്കെ ചിട്ടി പറയില്ലേ, ചിട്ടിയൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ആകും. നമുക്ക് നമ്മുടെ അധ്യാപകന്മാർ, പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും ടീച്ചേഴ്സാണ്. നമ്മുടെ മേഖലയിൽ 75% ടീച്ചേഴ്സാണല്ലോ, വനിതകളാണ്. അപ്പൊ അവർക്കൊക്കെ പുറത്തിറങ്ങാനും അവർക്കൊക്കെ ഇതുപോലെ ആളുകളുമായി സംവദിക്കാനും ഒക്കെ അവസരം കിട്ടുന്നത് ഇതുപോലെ മീറ്റിംഗുകളാണ്. നമുക്ക് വിനോദയാത്ര സംഘടിപ്പിക്കാം. കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് KTC നല്ലൊരു വിനോദയാത്ര, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു, വലിയൊരു ഉന്മേഷം.
65 വയസ്സായവർക്കൊക്കെ എല്ലാവർക്കും ഒരു യാത്ര ചെയ്യാൻ കിട്ടുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളതാണ്. വീട്ടിനകത്ത് ചടഞ്ഞുകൂടി ഇരുന്ന് വീട്ടു ജോലികളും ചെയ്ത് ഈ പ്രായം ഇങ്ങനെ മുരടിച്ചു പോകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാനും ആളുകളുമായി സംവദിക്കാനും ഒന്ന് യാത്ര ചെയ്യാനൊക്കെ അവസരം കിട്ടിയാൽ വളരെ ഭാഗ്യമായി കരുതുന്ന ഒരുപാട് പേര് നമ്മളെ കൊണ്ട് അതിന്റെ അവസരം ഉണ്ടാകണം. അതിനൊക്കെ അതുപോലെ അധ്യാപന വിഷയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും റിട്ടയർ അധ്യാപകർ ഒരുപാട് പേര് എന്നെ ബന്ധപ്പെടുന്നത് AIGC ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷയം പെൻഷൻ ബുക്ക് ശരിയാവാതെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതൊക്കെ നമ്മളെ ചെയ്യും. നമ്മളവിടെ പോകാതെ തന്നെ ഇപ്പോഴും ടെലിഫോൺ വിളിച്ച് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ടെലിഫോൺ വിളിച്ച് പരിഹരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടാനും അവരെയൊക്കെ സഹായിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചുകൊണ്ട് ഈ സംഘടനയെ ഒരു വലിയ സംഘടനയാക്കി മാറ്റുവാൻ അടുത്ത സമ്മേളനം നടക്കുമ്പോൾ നമ്മളെ തിരുവനന്തപുരത്താണ് നടക്കുന്നതെങ്കിൽ അടുത്ത സംസ്ഥാന സമ്മേളനം മുകളിലത്തെ ഹാളിൽ നിറഞ്ഞ കവിഞ്ഞ് രാവിലെ ചന്ദ്രശേഖർ സാർ പറഞ്ഞതുപോലെ ആളെണ്ണം കുറയാതെ നിറഞ്ഞ ഹാളിൽ നമുക്കൊരു 500 പേരെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ സാധിക്കണം. എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രതിനിധി സമ്മേളനം എല്ലാ ജില്ലകളും നമുക്ക് ഈ 10 ജില്ലകളിൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ 5 ജില്ലകളുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എല്ലാ ജില്ലകളിലും പ്രതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതികളെ തെരഞ്ഞെടുത്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിനിധി സമ്മേളനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.